നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. NTPC ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമായ NTPC നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് കെമിസ്റ്റ് ട്രെയിനിമാരുടെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 30 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള MSc കെമിസ്ട്രി പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 60% ഉൾപ്പെടെ പാസ്സായതായിരിക്കണം. SC/SC-കാരും ഡിസബിലിറ്റി ഉള്ളവരും പാസ്സായാൽ മതിയാവുന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഒരു റിക്വസ്റ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അവർക്കും അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ. നമുക്ക് ഇതിന്റെ പൂർണ്ണ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു മികച്ച പൊതുമേഖലാ സ്ഥാപനമാണ് NTPC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. അസിസ്റ്റന്റ് കെമിസ്റ്റ് ട്രെയിനി എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 30 പോസ്റ്റുകളാണുള്ളത്. ഇതിനുവേണ്ടി യോഗ്യത MSc കെമിസ്ട്രി പാസ്സായിരിക്കുക എന്നുള്ള 60% മാർക്കോടെ ആയിരിക്കണം. അതുപോലെ SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റികൾക്കും പാസ് മാർക്ക് മതിയാവും എന്ന കാര്യം ഓർത്തിരിക്കുക. അതോടൊപ്പം ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ പറ്റും. അവർ 2025 ജൂലൈ 31 മുമ്പ് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 27 വയസ്സാണ്. എന്നാൽ SC/ST-കാരാണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 വർഷവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഏജ് റിലാക്സേഷൻ ഇവിടെയും ബാധകമായിരിക്കും. ശമ്പളത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിസ്ഥാന ശമ്പളം 30,000 രൂപയായിരിക്കും. 30,000 മുതൽ 1,20,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കും. മറ്റ് അടിസ്ഥാന ശമ്പളത്തിനൊപ്പം മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ആകെയുള്ള 30 വേക്കൻസികളിൽ 15 എണ്ണം അൺഡിസൈഡ് ആണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ്സിൽ ഇനിഷ്യൽ സ്ക്രീനിങ് ശേഷം ഫൈനൽ മെഡിക്കൽ ചെക്കപ്പിന് ശേഷമായിരിക്കും ഫൈനൽ സെലക്ഷൻ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഒരു ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റ് ഉണ്ടാവും. അതിന്റെ വേക്കൻസി അനുസരിച്ച് പിന്നീട് കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് വിളിക്കുന്നതായിരിക്കും. സബ്ജക്ട് നോളജും എക്സിക്യൂട്ടീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഉണ്ടാവും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തിരഞ്ഞെടുക്കപ്പെടുന്നവര് ഒരു NTPC ബോണ്ട് കൊടുക്കേണ്ടതായിട്ട് മിനിമം 3 വർഷമെങ്കിലും നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സെർവ് ചെയ്യാന്നൊരു ബോണ്ട് കൊടുക്കേണ്ടതായിട്ട്, എന്തെങ്കിലും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ തിരിച്ചു നൽകാം എന്നൊരു സർവീസ് ബോണ്ട് കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. SC/ST-കാരാണെങ്കിൽ 50,000 രൂപയുടെ ബോണ്ട് കൊടുത്താൽ മതിയാകും. ഡിസബിലിറ്റി ഉള്ളവർക്കും 50,000 രൂപയുടെ ബോണ്ട് മതിയാവും. ജനറൽ കാൻഡിഡേറ്റ്സിൽ വരുന്നതെങ്കിൽ ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമാണ് വേണ്ടത്. റെഗുലർ കോഴ്സ് പഠിച്ചവരായിരിക്കണം. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജൂലൈ 31, 2025 മുമ്പ് മാർക്ക് ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റും നോക്കാം. നേരത്തെ നിങ്ങൾ NTPC വെബ്സൈറ്റ് ആയ www.ntpc.co.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് ഒരു വാലിഡ് ഇമെയിൽ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ careers.ntpc.co.in എന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഇമെയിൽ ID നിങ്ങൾക്ക് 1 വർഷത്തേക്ക് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഉണ്ടായിരിക്കണം. പിന്നീട് അത് മാറ്റാൻ അനുവദിക്കത്തില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കറസ്പോണ്ടൻസ് ഒക്കെ ഇമെയിൽ ID ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് മറ്റ് ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു യൂണീക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ലഭിക്കും. അതുപോലെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് ലഭിക്കുന്നത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അത് പിന്നീട് വേണ്ടി വരും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതേപോലെ അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 300 രൂപയാണ് അപേക്ഷാ ഫീസ്. ജനറൽ കാൻഡിഡേറ്റ്സ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്ക്, OBC-കാർക്ക് എല്ലാം 300 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും 300 രൂപ അപേക്ഷാ ഫീസ് ആയിട്ട് നൽകണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പേയ്മെന്റ് നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴിയും അടയ്ക്കാനായിട്ട് പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നെറ്റ് ബാങ്കിങ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ ക്രെഡിറ്റ് കാർഡ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് അടയ്ക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, ഏജ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി അത് കാണണം. കോപ്പി പാൻ കാർഡ്, MSc ഡിഗ്രി സർട്ടിഫിക്കറ്റ്, MSc-യുടെ മാർക്ക് ലിസ്റ്റ്, അതുപോലെ ഫൈനൽ ഇയർ ആയിട്ട് കൺസോൾട്ടേറ്റ് മാർക്ക് ലിസ്റ്റ് പ്രത്യേകം അയക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി CGP ആണ്, എങ്ങനെയാണ് CGP-യും പെർസെൻറ്റേജും കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം കൂടി അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചിരിക്കണം. മിനിമം 60% മാർക്ക് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും. SC/ST-കാരാണെങ്കിൽ പാസ് മാർക്ക് മതി എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ അവരുടെ ഒരു ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് 2025-26 വർഷത്തെ കാണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 മെയ് 17 മുതൽ മെയ് 31 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി വിനയപ്പെടുത്തുക. മെയ് 31 വരെ അപേക്ഷിക്കാൻ കഴിയും. അതിന്റെ വെബ്സൈറ്റ് എന്നോട് പറയാം, www.careers.ntpc.co.in എന്നുള്ള ഈ ഇമെയിൽ ID നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. www.ntpc.co.in എന്നുള്ളതാണ് അവരുടെ വെബ്സൈറ്റ്. അപ്പോൾ ഈ അവസരം പരമാവധി ബലപ്പെടുത്താൻ എത്രയും നേരം വീഡിയോ പൂർണ്ണമായും നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്.